ഹലോ പ്രിയപ്പെട്ടവരെ, നൗഫലൻസിയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചേരാണ്. വലയിൽ കുടുങ്ങി കിടക്കുന്നതാണ്. സർവ്വസാധാരണമാണ് ഇപ്പോൾ ചേര വലയിൽ കുടുങ്ങുന്നത്. അതിൻ്റെ ചെറിയ തലയാണ്, വലിയ ഉടലാണ്. അതിൻ്റെ പ്രതീക്ഷ വലയിൽ നിന്ന് ഞാൻ ഊരിപ്പോകുന്നതാണ്. പക്ഷെ ഒരിക്കലും ചേര വലയിൽ നിന്ന് ഊരിപ്പോകാറില്ല. കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചത്തിട്ടുണ്ടാവും. ചേര വലയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ ചത്തെടുക്കുന്നുണ്ടാവും. കഴിയുന്നത് ചേരയുള്ള ഭാഗങ്ങളിലുള്ള വലകൾ കഴിയുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ ചാക്കിൽ കെട്ടി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടി തൂക്കി വെക്കുക. ഒരിക്കലും അലസ്യമായിട്ട് അവിടെ ഇവിടെയും വലിച്ചെറിയാതെക്കുക. പൊതുവെ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ നൗഫലൊന്നും പെട്ടെന്ന് വരും. ഈ ചേര വലയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, ഒന്നും കാട്ടാൻ കഴിയില്ല, അതിനെ പിടിക്കാൻ പറ്റണില്ല, അത് ആ കടിക്കാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കഴിയണതും നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത വലകളാണ് നിങ്ങളെ പരിസരത്ത് ഒഴിവാക്കി ഇടാതെ. നിങ്ങൾ കോഴിക്കൂടിൻ്റെ അവിടെ ഇവിടെ കിട്ടിയെങ്കിലും പ്രശ്നമില്ല, വെറുതെ അലസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയാതൊക്കെ. കിണറിനിട്ട വലകളാണെങ്കിൽ കിണറിൻ്റെ മുകളിൽ തന്നെ ഉപയോഗിക്കുക, താഴേക്ക് തൂക്കിയിടരുത്. ചേരുള്ള ഭാഗങ്ങളാണെങ്കിൽ ഉറപ്പിച്ചോളി, ആ ഭാഗത്ത് പിന്നെ പാമ്പുകൾ ഉണ്ടാവില്ല, മൂർഖൻ പാമ്പുകൾ വരില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ. പിന്നെ ഈ മൂർഖൻ പാമ്പുകൾ പേടിച്ചിട്ട് നിങ്ങൾ എന്താക്കണ്ട, വലകൾ അവിടെ ഇവിടെ ഒന്നും ഇടണ്ട. ചേരകളുണ്ടെങ്കിൽ ചേരകൾ ആ പരിസരത്തുണ്ടെങ്കിൽ മൂർഖൻ പാമ്പുകൾ അങ്ങോട്ട് വരില്ല. ചേരകളെ പേടിച്ചിട്ടല്ല കേട്ടാ. ചേരകൾ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ചേരകൾ തിന്നും. വിഷമുള്ള പാമ്പുകളാണെങ്കിലും ചേര തിന്നും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട എന്താ പറയുക, നമ്മൾ ഒരിക്കലും ഇപ്പോൾ ചേരനെ നമ്മളെന്താക്കും, പേടിച്ചിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും ചേരനെ നമ്മളെ പരിസരത്ത് ഒഴിവാക്കണ്ട. എലികൾ, അതേ ചെലിക്ക്, തവളകൾ, ഇതിനൊക്കെ പിടിക്കാൻ വരുന്നതാണ്. അത് പകലേ വരുള്ളൂ, രാത്രി വരില്ല. രാത്രി സമയങ്ങളിൽ വരുന്നത് എന്താണ്, മൂർഖനാണ് വരിക. രാത്രി സമയങ്ങളിൽ വരുന്നത് മൂർഖൻ പാമ്പായിരിക്കും വരിക, അല്ലാതെ ചേരകൾ വരില്ല. അപ്പോൾ രാത്രി കാണുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട വേറെ എന്തെങ്കിലും പാമ്പുകളാണ് എന്നുള്ളത്. രാത്രി വരാനുണ്ടെങ്കിൽ മൂർഖൻ പാമ്പുകളായിരിക്കും. വലുതായിട്ടാണെങ്കിൽ വലിയ പാമ്പുകളാണെങ്കിൽ പെരുമ്പാമ്പുകളായിരിക്കും, അല്ലെങ്കിൽ അണലിയായിരിക്കും. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ എന്താക്കുക, രാത്രി ചേരകളല്ലാതെ പുറത്തിറങ്ങാറില്ല. ഇതുവരെ സാധാരണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ എന്താ അറിയില്ല, എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ പെട്ടെങ്കിൽ അതങ്ങനെ സംഭവിച്ചതായിരിക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ എന്താക്കണം, അവിടെ നിന്ന് അയച്ചു ഒഴിവാക്കാം. ഇത് 4-5 സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് സ്ഥിതി. ഒരു ദിവസം ചിലപ്പോൾ 4-5 ചേരകളൊക്കെ അയക്കാൻ എനിക്കിങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ചേരകൾ സാധാരണ സ്ഥലങ്ങൾ കാണുന്ന സ്ഥലങ്ങളാണെങ്കിൽ വലകളുണ്ടെങ്കിൽ വലകൾ കയറ്റി വെക്കുക, വലകൾ ചാക്കിൽ കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വല കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ മിണ്ടാപ്രാണികൾ അതിൽ കുടുങ്ങി ചത്തുപോകും. ചത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഒരു